മനോമണി എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കൈമനം എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു പായസമാണ്, തണ്ണീർ രസപ്പായസം. ഇത് വളരെ രുചികരവും വളരെ ലഘുവുമായിട്ടുള്ളൊരു പായസമാണ്. അതേസമയം ഉത്സവത്തിൻ്റെ റിച്ച്നെസ് തരുന്ന നല്ല മധുരമുള്ള ഒരു പായസമാണ്. ഇനി ഇതിന് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു 1/4 കപ്പ് ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചതാണിത്. ഒരു 10 അത്തിപ്പഴം, ഒരു 4-5 അത്തിപ്പഴത്തിൻ്റെ പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ ചിയാ സീഡ് പാലിൽ കുതിർത്ത് വെച്ചത്, 4 ടേബിൾ സ്പൂൺ നന്നാരി സിറപ്പ്, മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡ്, പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള നട്ട്സും, കുങ്കുമപ്പൂ, എഡിബിൾ റോസ് പെറ്റിൽസ്. ഇത് ഇത്രയുമാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ. ഒരു 3 കപ്പ് പാൽ കൂടി ഇതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഈ നട്ട്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നെയ്യ് നല്ലോണം ചൂടായതിന് ശേഷം ഇതിലേക്ക് നട്ട്സ് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ആദ്യം നട്ട്സൊക്കെ വറുത്ത് മാറ്റി വെച്ചിട്ട് അതിലേക്ക് പാലൊഴിച്ച് തെന കുതിർത്ത് വെച്ചിട്ടുണ്ട്. നട്ട്സൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുതിർത്ത് വെച്ച തേനയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ച് വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാൽ നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച തിന കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ തണ്ണീർ രസപ്പായസം ലാസ്റ്റ് സ്റ്റേജ്. ആ പേരെങ്ങനെ സെലക്ട് ചെയ്ത കാര്യം എന്താ? നന്നാരിയുടെ അതുകൊണ്ടല്ലേ? ഓക്കെ. നന്നാരി സിറപ്പാണ് ഇത് ഷുഗറിന് പകരം യൂസ് ചെയ്യുന്നത്. വേരിന്ന് എടുക്കുന്ന തണ്ണീർ രസ, അതുകൊണ്ടാണ് അങ്ങനെ. ബോഡിക്ക് ഭയങ്കര ചൂടാണ്. ഇനി ഇതിലേക്ക് ഒഴിക്കാം. ഞാൻ ഈ കുറിയ പാലിലേക്ക് കുതിർത്ത് വേവിച്ച് വെച്ച തെനയും ആഡ് ചെയ്തിട്ട് പിന്നെ ചിയാ സീഡ് കുതിർത്ത് വെച്ചതും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ഒരു 5 മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ഇനി ഒരു 3 ടേബിൾ സ്പൂൺ നന്നാരി സിറപ്പ് ആഡ് ചെയ്യുകയാണ്. മധുരത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ പായസത്തിൽ ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ചേർത്തിട്ടില്ല. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പായസം ഏകദേശം കുറുകി നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് തണുത്തതിന് ശേഷം നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അത്തിപ്പഴം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പായസം കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് ഈ അത്തിപ്പഴം പേസ്റ്റ് ചെയ്ത് വെച്ചതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഏലക്കാപ്പൊടിയും കൂടി ഇട്ട്